സിറിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു യുദ്ധം തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പരമാവധി ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഫൂട്ടേജസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ചെറിയ ചെറിയ ക്ലിപ്പുകളെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള പരിമിതിയുണ്ട്. അതിനനുസരിച്ചാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം രാവിലെ തന്നെ ഞാൻ ന്യൂസ് ഒക്കെ ഇങ്ങനെ വായിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ തുടങ്ങിയിട്ടുണ്ട്. സിറിയയിൽ ഒരു യുദ്ധം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സിറിയയിലെ റിബൽസ് ആയിട്ടുള്ള ആൾക്കാർ അവിടുത്തെ പൊളിറ്റിക്കൽ റെജീം ആസാദിന്റെ പാർട്ടിക്കെതിരെ നടത്തുന്ന, ആസാദിന്റെ ഒരു ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ഒരു യുദ്ധമായിട്ടാണ് ഇതിനെ കരുതുന്നത്. അപ്പൊ അതില് പ്രത്യേകിച്ചും കേരളത്തിലുള്ള ചില മാധ്യമങ്ങൾ, ചില സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ അതിനെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ഏതോ വെസ്റ്റേൺ കൺട്രീസിന്റെ അതായത് പാശ്ചാത്യ ശക്തികളുടെ സാമ്രാജ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള എന്തോ പടപൊരുതലാണെന്നുള്ള രീതിയിലുള്ള അങ്ങ് ആക്കി തീർക്കുകയാണ്. ശരിക്കും അവിടുത്തെ വിഷയം 2018 കാലഘട്ടങ്ങളിൽ അവിടെ നടന്ന യുദ്ധം, ആയാൻ കുർദി എന്ന് പറഞ്ഞ ഒരു ചെറുക്കന്റെ ഈ ഫോട്ടോയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോയാണ്. ഈ കടൽ തീരത്ത് വന്ന് കിടക്കുന്ന ആ ഒരു കുഞ്ഞു ചെറുക്കന്റെ മൃതശരീരം. ഇതൊക്കെ വളരെ പോപ്പുലറായിട്ട് ഇതൊക്കെ ആ 2018-19 കാലഘട്ടങ്ങളിലെല്ലാം ആൾക്കാർ കാണുകയും വളരെ വിഷമത്തോടുകൂടെ കാണുകയും ഈ ഒരു പലായനം എന്ന് പറയുന്നത് ഏതാണ്ട് സുന്നി മുസ്ലിംസ് പലായനം ചെയ്തു പോയ ഒരു കഥയാണിത്. അവര് പലായനം ചെയ്ത് പോയിട്ട് യൂറോപ്പിലും പല സ്ഥലങ്ങളായിട്ട് കുടിയേറി താമസിക്കുന്നതും അവിടുത്തെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ അവിടെ പോരാടുന്നതും ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കുടിയേറ്റം കാരണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ക്രൈസിസിലേക്ക് പോകുന്ന ഒരു വെസ്റ്റേൺ കൺട്രീസും യൂറോപ്പ് കൺട്രീസ് ഒക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഈ ഒരു സത്യാവസ്ഥ നിലനിൽക്കുക തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് സിറിയയിൽ ഈ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സുന്നി മുസ്ലിംസ് ഈ ഷിയ ഭരണകൂടത്തിനെ അട്ടിമറിച്ച് അവിടുത്തെ എന്തെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ പിടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണ്? ഓക്കെ, ആ കാരണമാണ് നമ്മളിവിടെ നോക്കുന്നത്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇസ്രയേലാണ്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേൽ സുന്നികളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു കളി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈ സുന്നി ഷിയ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്, ഇത് ഏത് ലെവൽ വരെ എത്തിയിരിക്കുന്നു, അതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിവീൽ ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ശരിക്കും തുണി അഴിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗാസയിൽ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യുമ്പം സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു യൂറോപ്യൻ മുസ്ലിംസ്, ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടി പൊക്കി ഇസ്രയേലിനെ എതിർക്കുന്ന സുന്നികൾ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുമ്പം എതിർക്കാത്തത് എന്ത്? ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുമ്പം ഇവർ പ്രത്യക്ഷത്തിൽ സപ്പോർട്ടാണ്, അതിന് അനുകൂലമാണ് ഇവര്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതിന്റെ അനുകൂലം എന്താണ്? ആ അനുകൂലത അതായത് ഈ മെജോറിറ്റി ആയിട്ട് മിഡിൽ ഈസ്റ്റിലിരിക്കുന്ന സുന്നി രാജ്യങ്ങളെല്ലാം തന്നെയും ഈ OICയിലൊക്കെ പോയി സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം മറന്നു എന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞിട്ട് പോയി ഒപ്പുവെക്കുമ്പോഴും ഇവരുടെ മനസ്സിലുള്ള വൈരാഗ്യമാണ് ഇവിടെ വെളിയിൽ പുറത്തു വരുന്നത്. ആ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സുന്നി രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സ്ട്രെങ്തൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഇസ്രയേൽ എന്താണ് ചെയ്തത്? ഇസ്രയേൽ കൃത്യമായിട്ട് ഹെസ്ബുള്ളയെ അടിച്ച് വീക്കൻ ചെയ്യാണ് ചെയ്തത്. ഹെസ്ബുള്ള വളരെ വീക്ക് ആണെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് 2018 ഈ സുന്നി മുസ്ലിംസിനെ എല്ലാം സിറിയയിൽ നിന്ന് ഈ ഒരു പലായനം ചെയ്യിപ്പിച്ച ആൾക്കാരാണ് ഈ ഹിസ്ബുള്ള ടീമുകൾ. ഈ ഹിസ്ബുള്ള ആരാണ്? ഈ ഹിസ്ബുള്ള ഷിയാക്കളാണ്. ഈ ഷിയാക്കളെ വളർത്തുന്നത് ഇറാന്റെ സപ്പോർട്ടോട് കൂടിയുള്ള ഈ ഒരു ഷിയാക്കളെ സപ്പോർട്ട് ചെയ്തുള്ള ഈ ഷിയ ടീമായിട്ടുള്ള ഷിയ റെജീമാണ്, ഷിയ മിലിറ്റന്റ് റെജീമാണ് ഈ ഒരു ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയാണ് റഷ്യയുടെ കൂടെ ചേർന്ന് സിറിയയിൽ ചെന്ന് ആസാദിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ആസാദ് എന്ന് പറഞ്ഞ ആ ഒരു ഷിയ ഭരണകൂടം സിറിയയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ആൾക്കാരെ അവിടെ നിന്ന് പലായനം ചെയ്യിപ്പിച്ചു. എന്നിട്ടാണ് അവിടെ ആസാദ് ഭരണകൂടം നിലനിന്ന് പോകുന്നത്. അതിന് സപ്പോർട്ട് ചെയ്താണ് റഷ്യയുടെ കൃത്യമായ അറ്റാക്ക് കൊണ്ട് മാത്രമാണ് അവിടെ ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ പറ്റിയത്. പക്ഷെ ഇന്ന് ഈ ഒരു സംഘടന, അതായത് HTS എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഹയാത്ത് താഹിർ അൽ ഷാം എന്നാണ് ഈ ഒരു സംഘടനയുടെ പേര്. ഇത് ഷിയ സുന്നി ആ ഒരു സെക്ടുകളുടെ യുദ്ധമാണ്. ആ സെക്ടുകളുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സമയം റഷ്യ ഓൾറെഡി യുക്രൈനുമായിട്ട് നല്ലൊരു ക്രൈസിസിൽ നല്ലൊരു വാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കും ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതൊരു സൈഡ്. രണ്ടാമത് ഇവിടെ ഇസ്രയേൽ അടിച്ച് തകർത്ത് ഹിസ്ബുള്ളയെ തരിപ്പണമാക്കി ഒരു മൂലയിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇറാൻ റെജിമെന്റ് വളരെ വീക്കാണ്. അപ്പൊ സീസ് ഫയർ വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഹെസ്ബുള്ള സീസ് ഫയറിന് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വീക്കനാണ്. അല്ലെങ്കിൽ ഒരു ഇസ്രയേലിനെ എതിർത്ത് ഒരു യഹൂദിനെ എതിർത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജീവിത അഭിലാഷമായി കൊണ്ടു നടക്കുന്ന, അവരുടെ ഫണ്ടമെന്റൽ ആയിട്ട് എഴുതി വെച്ചുകൊണ്ട് നടക്കുന്ന ഹിസ്ബുള്ള ഒരിക്കലും അംഗീകരിക്കാൻ നിൽക്കത്തില്ല. അങ്ങനെ ഹിസ്ബുള്ള അംഗീകരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം അവർ വീക്കാണ്. അപ്പൊ ആ വീക്ക്നെസ് മനസ്സിലായത് കൊണ്ടാണ് ഈ സമയത്ത് തന്നെ അടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി അലപ്പോ നഗരം പിടിക്കാനുള്ള ഏർപ്പാടുമായിട്ട് ഈ ഒരു സംഘടന HTS അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പൊ അവർ ഇറങ്ങി തിരിച്ചിരുന്നാൽ ഇതിൽ ആസാദിനെ അട്ടിമറിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അലപ്പോ എന്ന് പറഞ്ഞാൽ അലപ്പോ ആ ഒരു സൈഡെങ്കിലും പിടിക്കാം എന്നുള്ള രീതിയാണ് പോകുന്നത്. കാരണം സിറിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡമസ്കസ് എന്ന് പറയുന്നത് ലെബനാനോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗത്തോട്ട് വരുന്ന ഒരു സിറ്റിയാണ് ഡമസ്കസ്.
അതേസമയം പിന്നെ ആലപ്പോ എന്ന് പറയുന്നത് സിറിയയുടെ ഈ ഒരു നോർത്ത് സൈഡിൽ കിടക്കുന്ന ഒരു സിറ്റിയാണ് ആലപ്പോ. അപ്പൊ രണ്ട് ധ്രുവങ്ങളിലാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആലപ്പോ പിടിച്ചു കഴിഞ്ഞാൽ കുറെ ഏരിയ കൂടെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ യൂറോപ്പിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ആ സുന്നി മുസ്ലിംസിന് മടങ്ങി അവരുടെ നാട്ടിലേക്ക് തന്നെ തിരികെ വന്നൂടെ? അതിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. അല്ലാതെ യൂറോപ്പിൽ നിന്ന് അമേരിക്ക, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് യൂറോപ്യൻസ് വന്നിട്ടോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് അമേരിക്കക്കാരൻ വന്നിട്ടോ അല്ല അവിടെ യുദ്ധം നടക്കുന്നത്. ഇതുപോലെ നാട്ടിൽ കുറെ ഇങ്ങനെ ഉഴുതുമറിച്ച് സംസാരിക്കുന്ന ഈ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയാണ്ട് ഇതിനെ ഏത് നേരത്തും ഈ നടക്കുന്ന യുദ്ധങ്ങളെ അമേരിക്കയുടെ പാശ്ചാത്യ ശക്തികളുടെ മേളിലും അല്ലെങ്കിൽ യൂറോപ്യൻസിന്റെ മേളിലും കെട്ടിവെക്കാനുള്ള ഒരു ത്വര നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ രീതിയിലല്ല ഈ കാര്യം നമ്മുടെ പ്രേക്ഷകർക്കെങ്കിലും ഇത് സിറിയയിൽ നടക്കുന്ന ഈ ഒരു യുദ്ധം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരുന്നത്. ഇത് കൃത്യമായിട്ട് ഈ ഇസ്രയേല് ഇപ്പൊ നടത്തിയ ഒരു യുദ്ധം, ആ യുദ്ധം ഈ ലെബനാന്റെ മേളിൽ നടത്തിയ, ഹിസ്ബുള്ളയ്ക്ക് മേളിൽ നടത്തിയ ഒരു യുദ്ധം പ്രത്യക്ഷത്തില് ഗുണകരമായത് ഈ സുന്നി മുസ്ലിംസിനാണ്. 7 മില്യൺ, ഏതാണ്ട് 6.5 to 7 മില്യൺ സുന്നി മുസ്ലിംസിന്റെ പലായനത്തിന് കൊടുക്കുന്ന ഒരു ഉത്തരം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചില സുന്നി രാജ്യങ്ങൾ, ഈ UAE ഒക്കെ കൃത്യമായ നിലപാടുകൾ എടുത്ത് നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. UAE, അതേപോലെ സൗദി അറേബ്യ, ഇത് മെജോറിറ്റി കൺട്രീസ് എല്ലാം സുന്നി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ നിലപാടുകളുണ്ട്. അവരെന്തിനു വേണ്ടി നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട്. കേരളത്തിലുള്ള ഹെസ്ബുള്ള സപ്പോർട്ടേഴ്സിനെ പോലെ അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള എത്നിസിറ്റിയും അവരുടേതായിട്ടുള്ള നിലപാടുകളും ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ നിലപാടെടുക്കുന്നത്. ഈ കാണുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിറിയയുടെ റെജിമെന്റുകൾ, സിറിയയുടെ മിലിറ്ററി റെജിമെന്റ് പിന്നെ അലപ്പോയിലേക്ക് വണ്ടി വിടുന്നതാണ്. ഈ പീരങ്കികൾ ഓട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് സുന്നി മുസ്ലിംസ് ആണ്. അതിൽ വേറെ യാതൊരു മാറ്റമില്ല. കാരണം അവർക്കാണ് ഇപ്പൊ സ്ഥലം വേണ്ടത്. യൂറോപ്പിൽ കിടന്ന് അവധിപ്പെടുന്നത് നിത്യേന കാണുന്നില്ലേ? യൂറോപ്പിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലാണ്. അവഗണനയുണ്ട് അവിടെ, പിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങി പോകും എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അറബ്സിന്റെ കൾച്ചേഴ്സും യൂറോപ്യൻ കൾച്ചേഴ്സും തമ്മിൽ രണ്ട് മാച്ച് ആവാത്ത രീതിയിലാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിത്യേന അവിടെ ക്ലാഷസ് ആണ്. എപ്പോഴും അവിടെ ഒരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇറാൻ റെജിമെന്റ് ആയിട്ടുള്ള ഷിയ ഭരണകൂടം വീക്ക് ആണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഈ സമയത്ത് ഇത് അറ്റാക്ക് ചെയ്ത് ഈ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നത്. അതാണ് ഇതിനുള്ള കളി. ഇവിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ ആ ഒരു ലീഡറിന്റെ മാസ്റ്റർ മൈൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങൾ നഷ്ടം വരുത്തി എന്നുള്ളത് കൃത്യമായി അക്കമിട്ട് നിരത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ കൃത്യമായി പറഞ്ഞതുകൊണ്ട് അവർക്കൊരു ഐഡിയ കിട്ടി. HTS ഒരു ഐഡിയ കിട്ടി. ആ ഒരു ഗ്രൂപ്പിന്, അതായത് ആസാദിനെ എതിർത്ത് നിൽക്കുന്ന സിറിയൻ ആ ഒരു ഗ്രൂപ്പിന്, സുന്നി ഗ്രൂപ്പിന് ഒരു ഐഡിയ കിട്ടി. ഹിസ്ബുള്ളയ്ക്ക് എന്തുമാത്രം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് ഇനി എന്തുമാത്രം അവിടെ ഒരു ഫണ്ടിങ് ഉണ്ടാവും, പിന്നെ ഇറാന്റെ മേളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം, റഷ്യ എൻഗേജ്ഡ് ഇൻ യുക്രൈൻ, ഹിസ്ബുള്ള ശരിക്കും പറഞ്ഞാൽ ചിറകൊടിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ രീതിയിൽ ഇപ്പോഴാണ് റൈറ്റ് ടൈം ടു അറ്റാക്ക്. ഇപ്പൊ കറക്റ്റ് കൃത്യ സമയത്തിൽ ഇവർ അറ്റാക്കിന് മുതിരുന്നത്. മുസ്ലിംസ്, സുന്നി മുസ്ലിംസ് യൂറോപ്പിൽ അന്ന് പലായനം ചെയ്ത് പോയ, യൂറോപ്പിലോട്ട് പോയ അത്രയും മുസ്ലിംസിന്റെ സപ്പോർട്ട് ഈ ഒരു HTS ഗ്രൂപ്പിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ഇതിന് വേറെ ഒരു വെള്ളക്കാരന്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയും ഒരു പിന്നെ റോൾ ഇതിനകത്തില്ല. ഇത് കൃത്യമായിട്ട് ആ സുന്നി മുസ്ലിംസ് അവരുടെ സ്ഥലത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവരത് പിടിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് അറ്റം പോയാൽ ആസാദിന്റെ ഭരണകൂടം വരെ തകർന്നു പോകാനുള്ള സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിൽ റഷ്യയോ അല്ലെങ്കിൽ ഇറാനോ ആരെങ്കിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ചെറിയൊരു ഡിലേ ഉണ്ടാകുന്നത്. പക്ഷെ റഷ്യ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉക്രൈനിൽ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആണ്. ഇപ്പൊ ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ജോർജിയൻ പാർലമെന്റ്, പിന്നെ അവിടെ ആക്രമണം നടക്കുന്നതാണ്. അവിടെ ഒരു ഭരണപക്ഷമുണ്ട്. ആ ഭരണപക്ഷം ശരിക്കും പറഞ്ഞാൽ അവിടെ ഇലക്ഷനിൽ മാനിപ്പുലേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു അലിഗേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇപ്പൊ നിലവിലിരിക്കുന്ന ഭരണപക്ഷം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കുറച്ച് അകൽച്ച പാലിക്കുകയും എന്നിട്ട് റഷ്യയുടെ കൂടെ ചേർന്ന് നിൽക്കുകയുമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അതിന് അവിടുത്തെ പൊതുജനങ്ങളിൽ 80% ആൾക്കാർക്ക് ഈ ഒരു ഒപ്പീനിയനിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഭരിക്കുന്ന ആ ഒരു ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നത്. ഈ പാർലമെന്റിൽ നടക്കുന്ന ഒരു അറ്റാക്കാണ് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ. ഇത് ജോർജിയയിലാണ്. വ്ളാഡിമിർ സെലൻസ്കി പുള്ളി ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ, മാനസിക അവസ്ഥയിലൂടെ കടന്നു പോവാണ്. പുള്ളി ഇപ്പൊ ആവശ്യപ്പെടുന്നത് സീസ് ഫയർ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെടുന്നത് സീസ് ഫയർ വേണം. സീസ് ഫയർ എങ്ങനെ വേണം എന്ന് ആവശ്യപ്പെടുന്നത് വെച്ചാല്, അതായത് ഉക്രൈനെ നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുത്തോണ്ട് ഇപ്പൊ അഥവാ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തോടു കൂടി ഒരു സീസ് ഫയർ ഉണ്ടാക്കുക. പിന്നീട് ഡിപ്ലോമാറ്റിക്കലി റഷ്യ എടുത്ത് സംസാരിച്ചിട്ട് ആ സ്ഥലങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ആ രീതിയിൽ ഒരു സീസ് ഫയർ ആണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആഗ്രഹിക്കുന്നത്. ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കണേ. ഇതാണ് പരിതാപാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലം പിടിച്ചു നിന്നു, പക്ഷെ ഇനി മുന്നോട്ട് അങ്ങ് പോകാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. റഷ്യ ശരിക്കും പറഞ്ഞാൽ ഉക്രൈന്റെ മേളിൽ അതിന്റെ പവർ സോഴ്സുകളെല്ലാം, പവർ ഗ്രിഡുകളെല്ലാം അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് പകുതി മുക്കാലോളം ഉക്രൈൻ ഇരുട്ടിലാണ്. ഇന്നലെ രാത്രി മുതലേ ഇരുട്ടിലാണെന്നുള്ളതാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഒരു സൈഡിൽ തണുപ്പ്, വേറൊരു സൈഡിൽ ഇരുട്ട്, വേറൊരു സൈഡിൽ ബോംബ് ബ്ലാസ്റ്റിംഗ്. ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു സമൂഹം ജീവിച്ചു പോകുന്നത്?
റഷ്യ ഒരു അറ്റാക്ക് നടത്തി, അത് ജനവാസ മേഖലയാണ് നടത്തിയത്. അതായത് അന്ന് പലായനം ചെയ്തു പോകാത്ത ഒരു മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് സുന്നികൾ അവിടെ താമസിക്കുന്നുണ്ട് ആ സ്ഥലത്ത്, ഈ അലപ്പോ എന്ന് പറഞ്ഞ സ്ഥലം ചുറ്റിപ്പറ്റി. അവിടെയാണ് കൊണ്ട് ബോംബിട്ടത്. 400 പേരാണ് മരണപ്പെട്ടത്. ഇപ്പൊ ഇവർക്ക് ജനസൈഡും ഇല്ല, ഇവർക്ക് കൊടിയും പൊക്കണ്ട, ഇവർക്ക് സേവ് സിറിയയോ അല്ലെങ്കിൽ സേവ് സുന്നീൻ അലപ്പോന്നോ ഒന്നുമില്ല. ഇപ്പൊ ആ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഇവർ കൂട്ടമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും അലപ്പോ സിറ്റി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവരുടെ നിലപാട്. ഈ ഒരു ഫുട്ടേജിലാണ് ശരിക്കും സിറിയയിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളുടെ ആ ഒരു ബോംബിംഗ് ആണ് നിങ്ങൾ കാണുന്നത്, ബോംബാർഡ്മെന്റ്. അതാണ് അവിടെ കാണുന്നത്. റഷ്യ ഇത്ര എഫക്റ്റീവായിട്ട് ഈ ആക്രമിക്കുന്നതിന്റെ ഒരു കാരണം തന്നെ ഈ ഹിസ്ബുള്ള വീക്ക് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. തൽക്കാലം അവരുടെ ഒരു ആവശ്യം അവർക്ക് സ്ഥലം താമസിക്കാൻ വേണം, അവരുടെ സ്വന്തം രാജ്യത്ത് അവർക്ക് സ്ഥലം താമസിക്കാൻ വേണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ മത്സരിക്കുന്നത്. അവർ സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ അവർ വേറെ രീതിയിൽ തിരിയും. സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ അവർ ഇസ്രായേലിനെതിരെ തന്നെ തിരിയും. കാരണം അവരുടെ ഫണ്ടമെന്റലിസം അങ്ങനെയാണ്. അപ്പൊ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.